യുവർ യൂട്യൂബ് ചാനൽ പൈനേ ടോക്സ്. സോ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ALP നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ. ഈ ALP നോട്ടിഫിക്കേഷൻസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡാറ്റാസ് നമ്മുടെ കയ്യിൽ വേണം, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, പെർസെന്റേജ് മാർക്ക് വേണോ, നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് വേണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ALP എക്സാംസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 5696 വേക്കൻസിയാണ് വരുന്നത്. വേക്കൻസിയുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെ ലോ വേക്കൻസിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വേക്കൻസിയുടെ എണ്ണം നല്ലതുപോലെ ഇൻക്രീസ് ചെയ്യാൻ ചാൻസുകൾ ഉണ്ട്. ഇപ്പൊ ALP മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ടെക്നീഷ്യൻസും ബാക്കി പോസ്റ്റിൽ NTPC ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ ചാൻസുകൾ ഉണ്ട്. ഇലക്ഷന് മുമ്പായിട്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ALP എങ്ങനെ അപ്ലൈ ചെയ്യാം, എവിടെയൊക്കെ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യം വേണ്ടി നിങ്ങൾക്ക് സൈറ്റ് ചെയ്യാൻ കൊടുക്കാം. എന്താണ് ഇന്ത്യൻ റെയിൽവേ അല്ലെ, ഇന്ത്യൻ റെയിൽവേ gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. അതിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാം, റിക്രൂട്ട്മെന്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ കുറെ നമ്മൾ 21 റെയിൽവേ സോണുകൾ ഡിസ്പ്ലേ ആയിട്ട് വരും. നിങ്ങൾ ഏത് സോണിലാണോ നോട്ടിഫിക്കേഷൻ, നമ്മൾ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ നോക്കാം. ഓരോ സോണിലും എത്ര വേക്കൻസീസ് ഉണ്ടോ ആ വേക്കൻസീസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഏറ്റവും ചൂസ് ചെയ്യാവുന്ന സോണുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ സോൺ ക്ലിക്ക് ചെയ്യാം. ആ സോൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. നോക്കുക, നമ്മുടെ സ്ക്രീൻ ഒന്ന് നോക്കുക. ആ സ്ക്രീനിൽ ബ്ലൂ ടിക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ക്ലിക്ക് ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലെ. ക്ലിക്ക് ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്ന എന്തായിരിക്കും, ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB എന്നൊരു സംഭവത്തിലേക്കായിരിക്കും. അതിന്റെ റൈറ്റ് സൈഡിൽ റെഡ് കളറിൽ അപ്ലൈ എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഡിക്ലറേഷനും അതിന്റെ അപ്ലൈ ചെയ്യേണ്ട ഫുൾ നോട്ടിഫിക്കേഷൻസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പേയ്മെന്റ് എത്രയാണ് ആർക്ക്, അതായത് OBC-കാർക്കും അതേപോലെ മീൻസ് ജനറൽ കാറ്റഗറി OBC-കാർക്ക് മെയിൽസിന് 500 ആയിരിക്കും, ഫീമെയിൽ SC/ST കാറ്റഗറി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 250 ആയിരിക്കും. ആ ഒരു എമൗണ്ട് അവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് നല്ല കെയർഫുള്ളി വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കോൾ ഉണ്ടാവും, ഡിക്ലറേഷൻ കൊടുക്കുന്നതാണ്. ആ ടിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പ്രൊസീഡ് ബട്ടൺ കൊടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകുന്നത് പറഞ്ഞതാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണ് അല്ലെ. ആ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ആദ്യം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണ് എടുത്തിട്ടുള്ളത്. ആ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ്, നിങ്ങൾ എന്തെങ്കിലും ഡീബാർ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഇതാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഡീബാർ ചെയ്തിട്ടുണ്ടോ, RRB അല്ലെങ്കിൽ RRC റിക്രൂട്ട്മെന്റ് സെല്ലിൽ അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നിങ്ങൾ ഡീബാർ ചെയ്തിട്ടുണ്ടോ, നോ കൊടുക്കാം. അതേപോലെ എന്താണ് ബാക്കി ഓരോ എന്തെങ്കിലും ലേസർ സർജറി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ എന്താണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണോ, അങ്ങനത്തെ ബെഞ്ച് മാർക്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുക്കാം. നാഷണാലിറ്റി കൊടുക്കാം. നാഷണാലിറ്റി നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെ നമുക്ക് മിക്കവാറും നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കും. പിന്നെ എന്താണ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC അല്ലെ, നമ്മുടെ SSLC ബുക്കിൽ എന്താണോ നമ്മുടെ പേര്, ഫുൾ നെയിം എന്താണോ അത് സ്പെല്ലിംഗ് ഒന്നും തെറ്റുകൂടാതെ സ്പേസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണോ അതിലുള്ളത് അതേ രീതിയിൽ എന്ത് ചെയ്യാം, ഇവിടെ ഫിൽ ചെയ്യാം. രണ്ടാമത് എന്ത് ചെയ്യാം, റീടൈപ്പ് ചെയ്യാം. അടുത്ത കേസിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ പേരിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ, ആ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ യെസ് കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നോ ആണെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്തും എന്താണ് നമ്മുടെ SSLC മാർക്കിനെ മീൻസ് മാർക്ക് ലിസ്റ്റിൽ ഉള്ളതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. റീടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യാം, മെയിൽ ഓർ ഫീമെയിൽ. പിന്നെ എന്ത് ചെയ്യാം, ഫാദർ നെയിം ഉണ്ടാകും, അതേപോലെ മദേഴ്സ് നെയിം ഉണ്ടാകും. ഫാദറിന്റെ നെയിം കൊടുക്കുന്ന സമയത്തും മദേഴ്സ് നെയിം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ. SSLC ബുക്കിൽ എങ്ങനെയാണോ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ആ പേരുകളും കാര്യങ്ങളും ഉള്ളത് അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, എൻട്രി ചെയ്യാം. പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ആധാർ വെരിഫിക്കേഷൻ ആണ്. അപ്പൊ ആധാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങളുടെ ആധാർ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ല, ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേറെ ടാബ് ഒക്കെ ഓപ്പൺ ആയിട്ട് വരും. അതിലേക്ക് നിങ്ങൾ എന്ത് കൊടുക്കാം, മെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പേഴ്സ് ഒക്കെ കൊടുക്കാം. അതിൽ എന്ത് ചെയ്യാം, അതിന്റെ ഒരു OTP വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആധാർ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ആധാർ വെരിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആധാർ വെരിഫിക്കേഷൻ എന്ത് ചെയ്യും, ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ
മെയിൽ ഐ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെയിൽ ഐ ഡി ഒരിക്കലും തെറ്റരുത്. നിങ്ങളെ എല്ലാ കോൺടാക്റ്റും എന്തായിരിക്കും മെയിൽ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ സെലക്ടഡ് ആയി കഴിഞ്ഞാലും ഇന്റർവ്യൂസിന് വിളിക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും നമ്മുടെ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ മെയിൽ ഐ ഡി, രണ്ടാമത്തെ എന്താണ് നമ്മുടെ മൊബൈൽ നമ്പർ. അപ്പൊ രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും വരുത്തരുത്. അത് മെയിൽ ഐ ഡി കൊടുക്കുക. ആ സമയത്ത് നിങ്ങളുടെ മെയിലിലേക്ക് ഉണ്ടാകും ഒരു OTP വന്നിട്ടുണ്ടാകും. അതേപോലെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ എന്ത് ചെയ്യാം, ഒരു OTP വന്നിട്ടുണ്ടാകും. രണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യാം, അത് വെരിഫൈ ആക്കുക. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പ്രൊഫൈൽ അല്ല, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാകണം, അതേപോലെ എന്തുണ്ടാകണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം, പിന്നെ ഒരു നമ്പേഴ്സ് ഉണ്ടാകണം. മിനിമം 8 ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. ടോട്ടൽ പാസ്വേഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്തി പാസ്വേഡ് എന്ന് പറഞ്ഞാൽ 8 ഉണ്ടാവണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രിവ്യൂ ടു ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കാം. ആ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫില്ല് ചെയ്താൽ നിങ്ങൾ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഫോം വരുന്നത് അതൊക്കെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാം. ഇതേപോലത്തെ സംഭവങ്ങൾ വരും. നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ എന്തുണ്ടാവും, ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ ആണെങ്കിൽ താഴെ വന്നിട്ടുള്ള ആ ഒരു കോളത്തിൽ റീചെക്ക് ചെയ്ത് ടിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുക. അക്കൗണ്ട് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് പൊങ്ങി വരും. എന്താണ്, നിങ്ങൾ എന്താണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ യാതൊരു കാരണവശാലും എന്ത് ചേഞ്ച് ഉണ്ടാവില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് വരും. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി റീചെക്ക് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി റീചെക്ക് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പോകുന്നതായിരിക്കും ഒരു സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ടാബിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പാസ്വേഡും കൊടുത്തിട്ട് നമ്മുടെ ക്യാപ്ച അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതേപോലത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മുകളിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ ആവശ്യമുള്ളവരാണെങ്കിൽ വായിച്ചു നോക്കാം. ഇല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഓൺലൈൻ ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ്. അവിടെ ഓൾറെഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സോൺ ഏതാണെന്ന് ചോദിക്കും അല്ലെ. ഇൻ വിച്ച് RRB ഫോർ വിച്ച് യു ആർ അപ്ലൈ. നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ കയറിക്കോട്ടെ, RRB അപ്ലൈ ചെയ്യേണ്ട സോൺ നിങ്ങൾ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ RRB നിങ്ങൾക്ക് ഏത് സോണിലാണോ ക്ലിക്ക് ചെയ്യേണ്ടത് ആ സോൺ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏത് പോസ്റ്റാണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂർ ക്ലിക്ക് ചെയ്തു. അതിൽ ഞാൻ എന്താണ് ഏത് ഇപ്പൊ ആകെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ള എന്താണ് ALP മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ALP മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ALP കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കിൽ ആ കോളത്തിൽ എഗ്രി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് മെയിൻലി നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, മെട്രിക്കുലേഷൻ സ്റ്റാറ്റസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, അതേപോലെ റിലീജിയൻ നിങ്ങൾ ചൂസ്. വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എന്താണ്, ചൂസ് ദ ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് ലാംഗ്വേജ് ആയിട്ട് ഓൾറെഡി ഉണ്ടാകും. അതിന് പുറമെ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു 13 ലാംഗ്വേജ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. നിങ്ങൾക്ക് മലയാളം കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഐഡന്റിഫിക്കേഷൻ മാർക്ക്. ഈ ഐഡന്റിഫിക്കേഷൻ മാർക്ക് മാത്സ് കഴിയുന്നതും നിങ്ങൾ എന്ത് കൊടുക്കാം, SSLC 2 ഐഡന്റിറ്റി മാർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ടാകും. ആ മാർക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലും കൊടുക്കുക. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസാണ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ്. കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസിന് മിക്കവാറും അപ്ലൈ ചെയ്യുന്നത് മെജോറിറ്റി ആളുകളും എന്തായിരിക്കും, OBC കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ഈ OBC കാറ്റഗറിയിലാണ് നിങ്ങളതെങ്കിൽ അത് OBC കൊടുക്കാം. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് OBC നോൺ ക്രീമി ലെയർ ആണോ അല്ലയോ എന്ന് ചോദിക്കും. ഒരു നോൺ ക്രീമി ലെയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ കുറെ കോളംസ് കൂടി വരും. എന്താണ്, അതായത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്തിരിക്കണം. മീൻസ് ഇതിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഏറ്റവും താഴെ എന്തുണ്ട്, ഒരു OBC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ OBC സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം, നിങ്ങളെ പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങിക്കാം. വേറെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. കേരള PSCക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കേരള PSCക്ക് പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടുന്ന
അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് കിട്ടുന്ന OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് മതിയാകില്ല. എന്തിനു വേണ്ടിയിട്ട്? RRBക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ആ ഇഷ്യൂയിങ് അതോറിറ്റിയിൽ ഒരു കുറെ പേരുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ പോസ്റ്റുകളുടെ പേരുണ്ടാവും. അതിൽ ആരെങ്കിലും അറ്റസ്റ്റ് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള എന്തായിരിക്കണം? OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യേണ്ടത്. മിക്കവാറും വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് തഹസിൽദാരുടെ എന്തായിരിക്കും? നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അത് കൊടുക്കാം. അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കാം. ഇഷ്യൂയിങ് സ്റ്റേറ്റ് ഏതാണെങ്കിൽ കേരളമാണ്, കേരളം. പിന്നെ എന്താണ്? ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഏതാണ് ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ആ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് കൂടി കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്? പെർമനന്റ് അഡ്രസ് ആണ്. ആ പെർമനന്റ് അഡ്രസ് കൃത്യമായിട്ട് ചെയ്യാം. രണ്ട് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ആ കോളം ടിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ സേവ് ബട്ടൺ ഏറ്റവും ലോവറിൽ സേവും ഉണ്ടാകും, നെക്സ്റ്റും ഉണ്ടാകും. ആ സേവ് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തൊക്കെ എന്തായാലും പോയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാകും? സേവ് ആവുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ഒന്നും കൂടി ഉറപ്പ് വരുത്തുക, സേവ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം സ്ക്രീനിൽ നോക്കണേ, എല്ലാ കാര്യങ്ങളും. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് നോക്കിയേ? നമ്മുടെ എക്സ് സർവീസ് മാൻ ആണോ അല്ലയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടോ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആണെങ്കിൽ എന്ത് കൊടുക്കാം? യെസ് കൊടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പേഴ്സണൽ ഡിസബിലിറ്റി അത് ഓൾറെഡി നിങ്ങൾ ഫില്ല് ചെയ്തായിരിക്കും, അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണോ അല്ലയോ എന്ന് ചോദിക്കണം. അപ്പം നമ്മൾ എന്താണ്? ജനറൽ കാറ്റഗറി ആണെങ്കിലും എക്കണോമിക്കലി ബാക്ക്വേർഡ് EBC കാറ്റഗറി ഉണ്ട് അല്ലെ. അപ്പൊ EBC കാറ്റഗറി ആണെങ്കിൽ യെസ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൂടി നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൂടി അവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്താണ്? നിങ്ങളൊരു ഇന്ത്യൻ റെയിൽവേ എംപ്ലോയി ആണോ അല്ലയോ ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ എന്ത് ചെയ്യാം? അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇല്ലെങ്കിൽ ഓക്കെ ലീവ് ചെയ്യാം. പിന്നെ എന്താണ് കൊടുക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ സബ്മിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെ എന്തുകൂടി കൊടുക്കണം? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. ജനറൽ കാറ്റഗറി OBC കാറ്റഗറി മെയിൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ്, ഫീമെയിലിന് 250 രൂപയാണ്. ശരിക്കും ആ 500 രൂപയിൽ ശരിക്കുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 100 രൂപയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എക്സാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ആ 400 രൂപ നിങ്ങളുടെ ബാങ്കിന്റെ ചാർജസ് ഒഴിച്ച് ബാക്കി വരുന്ന എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? നിങ്ങളുടെ ആ ബാങ്ക് ഡീറ്റെയിൽസ് കൂടി കൊടുക്കേണ്ടത്. ഫീമെയിൽസ് അല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആ 250 അടച്ച എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ബാങ്ക് ചാർജസ് ഒഴിച്ചു കേട്ടോ. ഓക്കെ, ആ ബാങ്ക് ചാർജസ് ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് കൺഫേം കൊടുത്തിട്ട് നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താണ്? നമുക്കൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണോ ലോക്കോ പൈലറ്റിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പൊ അതിൽ എന്താണോ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്തായിരിക്കും? 10th മാർക്ക് ലിസ്റ്റ് ആയിരിക്കും. 10th എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ കൊടുക്കാം. ഏത് സ്റ്റേറ്റ് ആണെന്ന് കൊടുക്കാം, ഡിസ്ട്രിക്ട് കൊടുക്കാം, ബോർഡ് ഏത് ബോർഡ്? കേരള സ്റ്റേറ്റ് ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ CBSE ആണ്, CBSE ഏത് ബോർഡാണോ ആ ബോർഡ് കൊടുക്കാം. പിന്നെ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം? സബ്മിറ്റ് കൊടുക്കാം. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ പറ്റും സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ. ഇത് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്? എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കാം. പിന്നെ എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം എന്താണ്? ITI അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ എന്തായിരിക്കും? BTech. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ മെക്കാനിക്കൽ അത് ഫിറ്റർ എല്ലാം അതിൽ കുറെ ട്രേഡുകളുണ്ടല്ലോ. അത് നമ്മൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, ഐ ബട്ടണിലും കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യാൻ വന്ന് ചെക്ക് ചെയ്യാം. എത്ര വേക്കൻസിന്റെ ഏത് സോണിൽ അപ്ലൈ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അത് കൊടുക്കുക. പിന്നെ എന്താണ് വരുന്നത്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതിൽ ഏതാണോ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? ITI ആണെങ്കിൽ ITI, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, BTech ആണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ അത് കൊടുക്കുക. എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ കൊടുക്കാം, സ്റ്റേറ്റ് കൊടുക്കാം, ഡിസ്ട്രിക്ട് കൊടുക്കാം. അതേപോലെ എന്താണ്? യൂണിവേഴ്സിറ്റീസ് നെയിം ഓഫ് ദ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കാം. പിന്നെ എന്താണ്? ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാവും. നമ്മൾ ക്വാളിഫൈഡ് ആണ്. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ബട്ടൺ ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നമുക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് നമുക്ക് എന്താണ്? നമ്മുടെ ഫോട്ടോ അപ്ലോഡിങ്ങും സൈൻ അപ്ലോഡിങ്ങും അല്ലെ. ഞാൻ ആ ഗ്രീൻ മാർക്ക് കാണിച്ചു നോക്കിയ അതിന്റെ പിക്സൽ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 35mm ഇൻറ്റു എത്രയാണ്? 45mm ആണ്. അല്ലെങ്കിൽ പിക്സൽ വരുന്നത് 320x240 ആണ് വരുന്നത്. പിക്സൽ നിങ്ങൾ യാതൊരു കാരണം കൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ സാധാരണ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, അതിന്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഒരു മാസ്ക് അതേപോലെ ഹെയർ ഒക്കെ മുമ്പോട്ടേക്ക് ഇട്ട് അങ്ങനെ അൺകവേർഡ് ഫേസ് അൺകവർ ആയിട്ട്
ഇരിക്കരുത്. ഫേസ് എപ്പോഴും ക്ലിയർ ആയിട്ട് ഇരിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 30 KB to 70 KB വരെയാണ് അതിന്റെ സൈസ് വരും. നമുക്ക് പറയാം, നമുക്ക് എന്താണ്, നമുക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ അടുത്തുള്ള ഫോട്ടോ സൈസ് ഒക്കെ എന്തായിരിക്കും, നമുക്ക് മെയിലൊക്കെ ഓൾറെഡി ഉണ്ടാവും, നമ്മുടെ സ്കാൻഡ് ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ സൈസ് എന്തായാലും കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ സൈസ് എങ്ങനെ കുറയ്ക്കാം, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഫോട്ടോഷോപ്പ് ഒക്കെ, എനിക്ക് ഫോട്ടോഷോപ്പ് ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യാൻ, അതിന്റെ ഒരു എങ്ങനെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം, അത് കറക്റ്റ് ഫോട്ടോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിന്റെ ഒരു സാമ്പിൾ ഫോട്ടോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ആ സാമ്പിൾ ഫോട്ടോ കൂടി എന്ത് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് എങ്ങനെ റീസൈസ് ചെയ്യാം, റീസൈസ് ചെയ്യേണ്ട ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ താഴെ തന്നെ കൊടുക്കാവുന്നതാണ്. റീസൈസ് പിക്സൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. റീസൈസ് പിക്സൽ എന്ന് പറയുന്ന സംഭവമാണ്. അതിലേക്ക് നമ്മുടെ ഫോട്ടോ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ആ ഫോട്ടോയിൽ നമുക്ക് ആവശ്യമുള്ള KB, നമ്മുടെ KB എന്ന് പറയുന്നത് എത്രയായിരുന്നു, 30 മുതൽ 70 KB അല്ലേ. ആ കറക്റ്റ് എത്രയാണോ വേണ്ടത്, ഏകദേശം 50 KB എടുത്തോളൂ. 50 KB നമ്മൾ കൊടുക്കാം. അതിനെ റീസൈസ് ചെയ്യണമെങ്കിൽ റീസൈസ് ചെയ്യാം, കംപ്രസ് ചെയ്യണമെങ്കിൽ കംപ്രസ് ചെയ്യാം. കംപ്രസ് ആണ് നമ്മൾ ഇതിൽ വരുന്നത്. കംപ്രസ് എന്ത് ചെയ്യാം, ആ പെർട്ടിക്കുലർ സൈസിലേക്ക് കംപ്രസ് ചെയ്യാം. എന്നിട്ട് എന്ത് കൊടുക്കാം, കംപ്രസ് എന്ന് കൊടുക്കാം. കംപ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി യാതൊരു ക്വാളിറ്റിയിൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോ എങ്ങനെയാണോ ക്വാളിറ്റി കുറയാതെ തന്നെ ഏകദേശം ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, സൈസ് കുറച്ചിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിൽ ഡൗൺലോഡ് ഇമേജ് കൊടുക്കാം. ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണുള്ളത് അതിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നേരെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. കറക്റ്റ് പ്രൊപ്പോർഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സിഗ്നേച്ചർ എടുക്കേണ്ടത്. അതിന്റെ സൈസും ഏകദേശം പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 50mm into 20mm ആണ്, അല്ലെങ്കിൽ 140 to 60 പിക്സൽ സൈസ് വരുന്നത്. പ്രിഫേർഡ് സൈസ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, സാധാരണ പോലെ ഒന്ന് ഒരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സൈൻ ചെയ്യാം. ഫോട്ടോ എടുക്കാം, മൊബൈൽ ഫോട്ടോ എടുത്താൽ മതി. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസും റീസൈസും അതേപോലെ എന്തും ചെയ്യാം, നമ്മുടെ സെയിം സൈസ് തന്നെ 30 to 70 KB ആണ്. ആ സൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റീസൈസ് എടുക്കാം. സൈനും അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ആൻഡ് സേവ് കൊടുക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം, നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം. നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാം ട്രേഡുകൾ അല്ലെ. എക്സാം നിങ്ങളിപ്പോൾ ചിലപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കാം, ചിലപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരിക്കാം, ഇലക്ട്രിക്കൽ സ്ട്രീം ആയിരിക്കും നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഏത് സ്ട്രീമിലാണ്, ഇലക്ട്രിക്കലിൽ തന്നെ ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, വയർമാൻ, അങ്ങനത്തെ ഒരുപാട് ട്രേഡുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഏത് ട്രേഡിലാണ് നിങ്ങൾ ALP സെക്കൻഡ് സ്റ്റേജ് ക്വസ്റ്റ്യൻസ് വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഏതാണ് ട്രേഡ് നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നെക്സ്റ്റ് പോകുന്ന സമയത്ത് നമ്മൾ ഡിക്ലറേഷൻ ആണ്. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും കറക്റ്റ് ആണ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൽവേസിന്റെ എല്ലാ പോളിസികളും എല്ലാം അംഗീകരിക്കുന്നുണ്ട്. അത് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചർ താഴെ വന്നിട്ടുണ്ടാവും. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാം, ആ ഒരു എല്ലാ കോളും ടിക്ക് ചെയ്ത് കൊടുക്കാം. റൈറ്റ് സൈഡിൽ ഉണ്ടാവും നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന എന്താണ്, നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ കണ്ടില്ല സ്ക്രീനിൽ കാണാൻ, നിങ്ങൾക്ക് ഇതുവരെ ഫില്ല് ചെയ്തിട്ടുള്ള A to Z ഡാറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രീനിൽ വരും. നമുക്കൊരു PDF പോലെ രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലെ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ, കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ച് നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് കൊടുക്കാം, ഏറ്റവും താഴെയുള്ള ആ ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം, സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ആ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ചോദിക്കും, ഒരു പോപ്പപ്പ് കൂടി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം, എല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻ. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കേഷന് യാതൊരു കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്നും കൂടി A to Z രണ്ടാമതും വായിച്ചു നോക്കാം. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് കൊടുക്കാം, സബ്മിറ്റ് കൊടുക്കാം. ആ വയലറ്റ് കളർ കൊടുക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. പേയ്മെന്റ് എത്രയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 250 ആയിരിക്കും, മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എത്രയായിരിക്കും, 500 ആയിരിക്കും വരുന്നത്. അതിൽ എന്ത് കൊടുക്കാം, പേ നൗ കൊടുക്കാം. പേ നൗ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്, നമ്മുടെ നേരെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ, അതായത് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിലേക്കാണ് പോകുന്നത്. അത് കുറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, ഇന്റർനെറ്റ് ബാങ്കിങ് ചെയ്യാവുന്നതാണ്, UPI അല്ലെ ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ട്, Paytm ഫോൺ പേ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, നെഫ്റ്റ് ചെയ്യാവുന്നതാണ്, SBI ബ്രാഞ്ച് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇവിടെ പോയിട്ടും ബാങ്കിൽ പോയിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ UPI ഗൂഗിൾ പേ ആയിരിക്കും കുറച്ചും കൂടി എളുപ്പമാണ്, ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ സർവീസ് ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് നേരെ UPI കൊടുക്കാം. UPI ആണ് UPI ID കൊടുക്കുക. ഏതാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം വരും. അതൊന്നെങ്കിൽ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ സോഫ്റ്റ് കോപ്പി ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നേരെ പോകുന്നത് എന്താണ്, നിങ്ങൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്റ്റും അതേപോലെ പേയ്മെന്റ് ഹിസ്റ്ററി എല്ലാ സാധനങ്ങളും അതിൽ അവൈലബിൾ ആയിരിക്കും. മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പേയ്മെന്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്കൊരു ALP അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഡാറ്റാസ്, നിങ്ങൾക്ക് വേറെ യാതൊരു ഡാറ്റാസും വേണ്ട. നിങ്ങൾക്ക് വേണ്ട ഡാറ്റാസ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ OBC ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, SC ആണെങ്കിൽ അതിന്റെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴേ നിങ്ങൾ എടുത്തു വെക്കണം. അല്ലെങ്കിൽ ഒരു 2 or 3 months മുമ്പ് എടുത്തു വെച്ച സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മതി, കുഴപ്പങ്ങളൊന്നുമില്ല. ഇഷ്യൂയിങ് ഡേറ്റ് അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ട്, അത്ര 6 months ആയിരിക്കും, ചിലതിൽ 1 year ആണ് വരുന്നത്. അപ്പോൾ എത്ര ആ ഇഷ്യൂയിങ് ഡേറ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കറ്റ് മതി, പുതുതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കറ്റ് കൂടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് ഇതിന്റെ കോച്ചിങ്സ് ഉണ്ടോ, എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓപ്റ്റ് ചെയ്യാൻ താല്പര്യം, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളാണ്. ഇല്ലാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ റെഗുലർ ബാച്ചും ഉണ്ട്, ഹോളിഡേ ബാച്ചുകളും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ സെന്ററുകളിലും നമ്മുടെ സെന്റർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലുള്ള നമ്പേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യാവുന്ന സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.